ഫിസിക്കൽ വ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ജാവ പ്രോഗ്രാമിംഗിലെ ഡാറ്റ തരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ജാവ ഒരു കമ്പ്യൂട്ടർ ഭാഷയാണ്. ഭാഷയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങൾ ഡാറ്റ നൽകണം അല്ലെങ്കിൽ സ്വീകരിക്കണം. ഡാറ്റ തരങ്ങളെ പ്രാകൃതവും പ്രാകൃതമല്ലാത്തതുമായ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഇവയ്ക്കുള്ളിൽ കൂടുതൽ ഉപവർഗീകരണങ്ങൾ ഉണ്ട്. അപ്പോൾ കൃത്യമായി എന്താണ് ഡാറ്റ തരങ്ങൾ? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഡാറ്റയെ തരംതിരിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. ഒരു ഒബ്ജക്റ്റ് എടുക്കുക, എല്ലാം തന്നെ. ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ. ഇത് ഒരു ഖരപദാർത്ഥമാണ്. മൊബൈൽ ഫോൺ ഒരു വസ്തുവാണ്. ജാവയിൽ ഞങ്ങൾ അതിനെ ഒരു വേരിയബിൾ ആയി പരാമർശിക്കുന്നു. ഈ നിർദ്ദിഷ്ട ഉദാഹരണത്തിൽ മൊബൈൽ ഫോണിന്റെ വേരിയബിളിനെ എക്സ് എന്ന് വിളിക്കാം. ഇനി 1 ലിറ്റർ പാലിന് ഒരു വേരിയബിൾ എടുക്കാം. ഇവിടെ ഒരു ദ്രാവക പദാർത്ഥമാണ്. നിങ്ങൾ മൊബൈൽ എക്സ് വാങ്ങുമ്പോൾ അത് ഒരു ബോക്സിൽ വിതരണം ചെയ്യുന്നു. നിങ്ങൾ വാങ്ങുമ്പോൾ ഇത് ഒരു കുപ്പിയിലോ പാക്കറ്റിലോ വിതരണം ചെയ്യുന്നു. അതുപോലെ പാചകവാതകത്തെ വേരിയബിളായ ആയി എടുക്കാം. ഏത് വാതക പദാർത്ഥമാണ്? വേരിയബിൾസ് ഒരു ലീക്ക് പ്രൂഫ് സിലിണ്ടറിൽ വിതരണം ചെയ്യും. ഈ രീതിയിൽ ഒരു കമ്പ്യൂട്ടറിന് ഞങ്ങൾ നൽകുന്ന വിവിധതരം ഡാറ്റ വ്യത്യസ്ത ഫോർമാറ്റുകളിൽ അവതരിപ്പിക്കണം. ഡാറ്റ തരങ്ങളുടെ വർഗീകരണം നമ്മോട് പറയുന്നു ഏത് തരത്തിലുള്ള ഡാറ്റയാണ് ഞങ്ങൾ കമ്പ്യൂട്ടറിൽ സംഭരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാലാണ് ഡാറ്റ വിഭജിക്കപ്പെടുന്നത്. പ്രാഥമികമായി ഡാറ്റ തരങ്ങളെ പ്രാകൃതമായി തിരിച്ചിരിക്കുന്നു. കൂടാതെ പ്രാകൃതമല്ലാത്ത തരങ്ങളും. പ്രാകൃത തരങ്ങളിൽ സംഖ്യ, ബൂളിയൻ, പ്രതീക തരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നോൺ പ്രിമിറ്റീവ് തരങ്ങളിൽ അറേകൾ, ശേഖരങ്ങൾ, ഇന്റർഫേസുകൾ, ക്ലാസുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ആദ്യം സംഖ്യാ ഡാറ്റ തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സംഖ്യാ ഡാറ്റയിൽ അക്കങ്ങളും ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് വേരിയബിൾ എക്സ് 50 ആണെങ്കിൽ അത് ഒരു പൂർണ്ണസംഖ്യയാണ്. അതേസമയം 1.2 ഒരു ദശാംശമായിരിക്കും. പൂർണ്ണസംഖ്യകളെ പ്രതിനിധീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണസംഖ്യകൾ ഉപയോഗിക്കുന്നു. 50 പുസ്തകങ്ങൾ ഉണ്ട്. ഫ്രാക്ഷണൽ മൂല്യങ്ങൾക്കുള്ള ദശാംശങ്ങളും. ഭാരം 1.5 കിലോ ആണ് എന്നതുപോലെ. നമ്മൾ സാധാരണയായി കറൻസി ദശാംശ ഫോർമാറ്റിൽ കണക്കാക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് 523 രൂപയും 56 പൈസയും ആണെങ്കിൽ 523.56 ആയി പ്രതിനിധീകരിക്കാൻ നിങ്ങൾ ദശാംശ ഡാറ്റ തരം ഉപയോഗിക്കും. പൂർണ്ണസംഖ്യയും ദശാംശവും തരം തിരിച്ചിരിക്കുന്നു. പൂർണ്ണസംഖ്യകളെ ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ദശാംശങ്ങളെ ഫ്ലോട്ട്, ഡബിൾ എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നു. ഡാറ്റ വലുപ്പം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഈ വർഗീകരണങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് 50 പുസ്തകങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഡെലിവറിക്കായി ഒരു വലിയ പെട്ടി ഉപയോഗിക്കുന്നു. 10 പുസ്തകങ്ങൾക്ക് ഒരു ചെറിയ പെട്ടി മതിയാകും. അതുപോലെ ഡാറ്റ വലുപ്പത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ്, ഫ്ലോട്ട്, ഡബിൾ എന്നിവ തിരഞ്ഞെടുക്കുന്നു. ഇനി കമ്പ്യൂട്ടർ ഡാറ്റ യൂണിറ്റുകൾ മനസ്സിലാക്കാം. 1 ബിറ്റ് 1 ബൈനറി ഡിജിറ്റ് ദ സ്മാലസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ. 1 കിലോബൈറ്റ് KB 1024 ബൈറ്റ്സ്. 1 മെഗാബൈറ്റ് MB 1024 കിലോബൈറ്റ്സ്. 1 ടെറാബൈറ്റ് DB 1024 ഗിഗാബൈറ്റ്സ്. 1 പെറ്റാബൈറ്റ് PB 1024 ടെറാബൈറ്റ്സ്. ഇപ്പോൾ പൂർണ്ണസംഖ്യ ഡാറ്റ തരങ്ങളിൽ നമുക്ക് സംഭരിക്കാം. 1 ബൈറ്റ് ഇൻ എ ബൈറ്റ് വേരിയബിൾ. 2 ബൈറ്റ്സ് ഇൻ എ ഷോർട്ട് വേരിയബിൾ. 4 ബൈറ്റ്സ് ഇൻ ആൻ ഇന്റ് വേരിയബിൾ. 8 ബൈറ്റ്സ് ഇൻ എ ലോങ് വേരിയബിൾ. ഒരു ബൈറ്റിന് 128 മുതൽ 127 വരെയുള്ള മൂല്യങ്ങൾ സംഭരിക്കാൻ കഴിയും. ഒരു പൂർണ്ണസംഖ്യയ്ക്ക് 214 കോടി മുതൽ 214 കോടി വരെയുള്ള മൂല്യങ്ങൾ സംഭരിക്കാൻ കഴിയും. എന്നാൽ അതിന് മൊബൈൽ നമ്പർ കൈവശം വയ്ക്കാൻ കഴിയില്ല. അതിനായി നമ്മൾ ഒരു ലോങ് വേരിയബിൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ദശാംശതരങ്ങളിൽ ഒരു ഡബിൾ 8 ബൈറ്റുകൾ സംഭരിക്കാൻ കഴിയും. അതെ അല്ലെങ്കിൽ ഇല്ല, ശരിയോ തെറ്റോ?
പരീക്ഷാ ഫലങ്ങൾ പോലെ പരിമിതമായ ഫലങ്ങളുള്ള സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു. 35-ന് താഴെയുള്ളത് പരാജയമാണ്. 35 അതിൽ കൂടുതലോ പാസാണ്. ഒരു ബൂളിയന് 1 ബിറ്റ് ഡാറ്റ സംഭരിക്കാൻ കഴിയും. ശരിയോ തെറ്റോ? പ്രതീക ഡാറ്റ തരം ആസ്കി മൂല്യങ്ങൾ അനുവദിക്കുന്നു. കൂടാതെ അക്ഷരങ്ങളും പ്രത്യേക പ്രതീകങ്ങളും സൂക്ഷിക്കാൻ കഴിയും. പ്രതീകങ്ങൾ ഒറ്റ ഉദ്ധരണികളായി സംഭരിക്കുകയും വേണം. ഒരു ആസ്കി മൂല്യം മാത്രമേ കൈവശം വയ്ക്കാൻ കഴിയൂ. ഒരു പ്രതീക ഡാറ്റ തരത്തിന് 2 ബൈറ്റുകൾ സംഭരിക്കാൻ കഴിയും. ഇപ്പോൾ നോൺ പ്രിമിറ്റീവ് ഡാറ്റ തരങ്ങളെക്കുറിച്ച്. പ്രാകൃത തരങ്ങൾ പോലെ അവയ്ക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള വലിപ്പമില്ല. അറേകൾ, ശേഖരങ്ങൾ, ഇന്റർഫേസുകൾ, ക്ലാസുകൾ. അറേകൾക്ക് ഒന്നിലധികം തരം ഡാറ്റ സംഭരിക്കാൻ കഴിയും. എന്നാൽ ഇവ വീണ്ടും പ്രാകൃത തരങ്ങളിൽ നിർവചിക്കേണ്ടതാണ്. അതുപോലെ ശേഖരങ്ങൾക്ക് ഒന്നിലധികം ഡാറ്റ തരങ്ങൾ കൈവശം വയ്ക്കാനും കഴിയും. പ്രാകൃത തരങ്ങളിൽ നിർവചിച്ചിരിക്കുന്നു. കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി മടിക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും പിന്നീട് മറക്കരുത്. പുതിയ വീഡിയോ അറിയിപ്പുകൾക്കായി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.